നൈറ്റ് ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരും ഒരു റീസൺ ആയിട്ട് പറയുന്നത് സ്വാതന്ത്ര്യം, സേഫ്റ്റി, ഈ നൈറ്റ് ലൈഫ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിലൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിപ്പോൾ തിരുവനന്തപുരം, അതുപോലെ കാലിക്കറ്റ്, എറണാകുളം, ഈ സ്ഥലങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഫലങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്ത് ഇപ്പം ഓപ്പൺ ആയിട്ട് അവിടെ വി പാർക്കുണ്ട്, ജിംനേഷ്യം എല്ലാം, ബാഡ്മിൻ്റൺ ഇതെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. എങ്കിൽ പോലും നമ്മൾ ആ ഒരു കണ്ണിലൂടെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ആവശ്യത്തിനുള്ള ഒരു സേഫ്റ്റിയിലോട്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് പോയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളിലോട്ട് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് തോന്നാറുണ്ട്. അതിൽ സാറിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഇനിയും എത്ര ദൂരം നമ്മൾ സഞ്ചരിക്കണം? രണ്ട് കാര്യം ഉണ്ടായില്ല. ഒന്ന്, കേരളത്തിൽ ചിലർക്ക് ഇപ്പോഴും നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ രാത്രി എന്തോ മദ്യപിച്ചാകെ ആറാടുന്ന അരാജകത്തെ രീതികളാണ് ഈ നൈറ്റ് ലൈഫ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. കുറച്ചേ ഉള്ളൂ, മൈനോറിറ്റി. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഫാദർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനി ഞായർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാനും എൻ്റെ ജ്യേഷ്ഠത്തിമാരും കാത്തു നിൽക്കും. സിനിമ കൊണ്ടുപോകും, സെക്കൻഡ് ഷോ. ഒരു 9 മണിക്കാണല്ലോ സെക്കൻഡ് ഷോ. അപ്പോൾ ശനിയാഴ്ച ഒരു സിനിമ ഉറപ്പാണ്. ഇതാണ് അന്നത്തെ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്നൊരു സെക്കൻഡ് ഷോ. പിന്നെ ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണം മാക്സിമം. എന്നാൽ ഇന്ന് തൊഴിലിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഇന്ന് വൈകുന്നേരം 5 മണി 6 മണിക്ക് ജോലി കഴിയുകയാണെങ്കിൽ ഇന്ന് ജോലി കഴിയണമെങ്കിൽ ഒരു 8 മണിയോ. വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെയാണെങ്കിലും വീട്ടിലെത്തുമ്പോൾ ഒരു 8-9 മണിയാവും. പിന്നെ 9 മണി കഴിഞ്ഞാലാണ് ഫാമിലി ലൈഫ് ആരംഭിക്കുന്നത്. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ സ്വാഭാവികമായിട്ടൊരു 9-9:30 ഇറങ്ങിയാൽ ചുരുങ്ങിയതൊരു 5 മണിക്കൂറെങ്കിലും വേണ്ടേ? 10:30, 11:30, 12:00, 1, 2:30. ഈ സമയത്ത് കാണാനും കറങ്ങാനും ഇരിക്കാനും പറ്റിയ സ്ഥലം വേണം. അത് നമ്മൾ നാട്ടിലില്ല. ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ സിനിമ മാത്രമല്ലല്ലോ. ഇപ്പോൾ സിനിമ ഇപ്പോൾ പല ടൈമിലുണ്ട്. അന്ന് സെക്കൻഡ് ഷോയോട് സിനിമ കഴിയെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. എന്നാൽ അത് മാത്രമല്ല. അപ്പോൾ അതിന് സ്ഥലം ഒരുക്കുക. ഈ ജോലിയുടെ സ്വഭാവത്തിലും ജോലിയുടെ സമയക്രമത്തിലുമുള്ള മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഇനി ഒറ്റയ്ക്ക് ഒരാൾ ജോലി കഴിഞ്ഞ് രാത്രി ഒരു 9 പേർക്ക് എത്തിക്കഴിഞ്ഞാൽ പോയിരിക്കുന്ന സ്ഥലം വേണ്ടേ? അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒന്നാകെ എല്ലാവരും വിവിധ ജോലിയായിരിക്കും. ഒരു 9-10 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുക, ഇരിക്കാനൊരു സ്ഥലം വേണം. ഇതിൻ്റെ സ്ഥലം ഒരുക്കുക എന്നുള്ളത് അനിവാര്യമായൊരു കാര്യമാണ്. അത് മറ്റ് വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റിൽ അതില്ല. കറക്റ്റ്. അതില്ലാത്ത എന്തുകൊണ്ടാണ്? അവിടെ രാവിലെ തന്നെ ചിലപ്പോൾ ഇരിക്കാൻ പറ്റാത്ത നിലയിൽ ക്രമസമാധാന പ്രശ്നമുണ്ട്. കേരളത്തിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. കേരളം അതിന് പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ കൊല്ലം വി പാർക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്തപ്പോൾ 2 മണിക്കൊക്കെ ആളുടെ അവിടെ. ഞാനന്നൊരു ദിവസം പെട്ടെന്നൊരു വിസിറ്റ് നടത്തി. ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പുറത്ത് ചെറിയ ഒരു മ്യൂസിക് ടീമിൻ്റെ പരിപാടി, അപ്പുറത്ത് ഷട്ടിൽ കളിക്കുന്നു, അപ്പുറത്ത് ചെസ്സ് കളിക്കുന്നു, ഇപ്പുറത്ത് ചെറിയ കുട്ടികൾ സ്കേറ്റിംഗ് കളി, ഇതൊക്കെ ആയിട്ടൊരു അവിടെ 2-3 മണി വരെ ആക്റ്റീവാണ് വി പാർക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആലോചിച്ചത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഒരുപാട് പാലങ്ങളുണ്ട്. ആ പാലങ്ങൾ മുഴുവൻ ആളുകൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഏത് സമയത്തും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിലയിൽ മാറ്റുക. അതിനെ വി പാർക്ക്, നമ്മുടെ പാർക്ക്, വി പാർക്ക് എന്ന പേരിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 20 എണ്ണം നമുക്ക് എത്രയും വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പാലത്തിൻ്റെ അടിയിൽ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ മറ്റ് അരാജക കമ്പനിയുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം. നിർബന്ധമായും കേരളത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. കേരളത്തിലെ ബീച്ചുകൾ, മനോഹരമായ ബീച്ചുകൾ രാത്രി ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാക്കി മാറ്റണം. ഇപ്പോൾ വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ അതിന് അവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ്. 2, ചില പൊതു ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളാണ്. ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള സമയത്തൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം, നമ്മൾ അവിടുത്തെ വലിയ ഹൈവേസിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴും പബ്ലിക് ടോയ്ലറ്റ്സ് ആക്സസിബിളാണ്. നമ്മൾ സിറ്റിയിലാണ്, എവിടെയാണെങ്കിലും പബ്ലിക് ടോയ്ലറ്റ്സ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, സിറ്റിയുടെ നടുക്ക് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ച് പോലും ഈ പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ആക്സസ് ചെയ്യാനായിട്ട് എവിടെയുള്ളത്? ഇനി അങ്ങനെ വരുവാണെങ്കിൽ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നില്ല. അത് വന്നു ഇത്ര ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ പണി തീരുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അത്തരമൊരു പബ്ലിക് ടോയ്ലറ്റ്സ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡുകളിലോട്ട്, ഈ 2 മണിക്കും 3 മണിക്കും പുറത്ത് വന്നിരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് വന്നിരിക്കാൻ നമ്മളും കംഫർട്ടബിൾ ആവണ്ടേ? സ്ത്രീകൾ എപ്പോഴും ഡിഫറെൻ്റ് അല്ലേ ഈ കാര്യത്തിൽ? അപ്പോൾ അങ്ങനത്തെ ഒരു മാറ്റം, അങ്ങനെ കുറേ ടോയ്ലറ്റ്സ്, അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത്? അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വളരെ ന്യായമായൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. മലയാളി യഥാർത്ഥത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ടത് കോവിഡ് സമയത്തായിരുന്നു. കോവിഡ് സമയത്ത് കോവിഡിൻ്റെ രൂക്ഷത ഒന്ന് കുറഞ്ഞപ്പോൾ യാത്ര മുഴുവൻ സ്വന്തം വാഹനങ്ങൾ, കാറിലൊക്കെ ആയിരുന്നു. ഈ ഒരു വാഷ്റൂം ഫെസിലിറ്റി പെട്രോൾ ബങ്കിനെ ആശ്രയിക്കുന്ന സ്ഥിതിയാണ്.
പെട്രോൾ ബങ്കിൽ നമുക്ക് പല നിലയിലും സേഫ്റ്റി, വൃത്തി ഇതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ പൊതുവേ ഞങ്ങൾ ആലോചിച്ചത് ഇത്തരം ഇടങ്ങൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ ഈ പാലത്തിനടിയിലൊക്കെ ഈ സംവിധാനമുണ്ട്, കംഫർട്ട് സ്റ്റേഷൻ, അത് മാക്സിമം വർദ്ധിപ്പിക്കും. അപ്പം ഞങ്ങളത് എല്ലാ MLA മാരോടും പറഞ്ഞു, പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇത്തരം പ്രധാന ഹൈവേ സ്ഥലങ്ങൾ PPPI പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ കംഫർട്ട് സ്റ്റേഷനുകൾ തുടങ്ങുന്നതിന് എല്ലാ നിലയിലും സ്വാഗതം ചെയ്യുന്നു. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും എഴുതി തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ നല്ലളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലത്തിനും കൂടി ഭാഗമാണ്. ഹൈവേയിൽ നാഷണൽ ഹൈവേ PWD കീഴിലെ നാഷണൽ ഹൈവേയുടെ തൊട്ട് ചേർന്ന് ഈ പോലീസ് കേസിൽ പിടിക്കപ്പെട്ട വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിവെച്ചു. ഇവിടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കഞ്ചാവ് മാഫിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും അവിടുത്തെ സാമൂഹിക പ്രവർത്തകരും ഒക്കെ പറഞ്ഞു, നിങ്ങൾ MLA ജയിച്ചു വന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കണം, ഞങ്ങളെ കുട്ടിയെ കയ്യിൽ നടക്കാൻ പറ്റും. അപ്പോൾ പിന്നീട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതല കൂടി വന്ന സമയത്ത് അന്നത്തെ ജില്ലാ കലക്ടറും ഞങ്ങളും കൂടി പോയി നോക്കിയപ്പോൾ കണ്ടതെന്താ, കാട് പിടിച്ച സ്ഥലം കുറേ വാഹനം ഉണ്ടെങ്കിലും അതിലൂടെ മനുഷ്യന്മാർ ചിലർ നടക്കാൻ പറ്റിയൊരു പാതയുണ്ട്, ഒരു സ്മോൾ ഹൈവേ. അതെന്താ വെച്ചാൽ രാത്രി അവിടെ വരികയാണ്, വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുകയാണ് അല്ലെങ്കിൽ കാട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ വാഹനവും അവിടെ നിന്ന് എടുത്ത് മാറ്റി. അവിടെ ഇപ്പോൾ മനോഹരമായൊരു കംഫർട്ട് സ്റ്റേഷൻ വരികയാണ്, നല്ലളം മാജിക് എന്നാണ് വിശേഷിപ്പിച്ചത്. ആ കംഫർട്ട് സ്റ്റേഷൻ വാഷ്റൂം ഫെസിലിറ്റി, പിന്നെ കുട്ടികൾക്ക് ഇരിക്കാൻ പാർക്ക്, കളിക്കാൻ ചെറിയ മ്യൂസിക്, അതായത് വെറുതെ കിടന്ന ഒരു നാടിന് അപകടമായ ഒരു സ്ഥലമാണ് ഇങ്ങനെ മാറിയിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് PWD സ്ഥലങ്ങളിലെ വാഹനങ്ങൾ മാറ്റാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റിയാൽ നമുക്ക് അവിടെയൊക്കെ ഇതുപോലെ മാറ്റി തീർക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അത് എവിടേക്ക് മാറ്റും എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള പ്രശ്നം. വേറെ സ്ഥലത്ത് മാറ്റിയാൽ ഇവിടുത്തെ കുഴപ്പമെടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാവും. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്, അത് പരിഹരിക്കപ്പെടണം. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങൾ, വെറുതെ വേസ്റ്റായി കിടക്കുന്ന സ്ഥലങ്ങളെ ഒന്ന് നമുക്ക് ഉപയോഗപ്പെടുത്തും. രണ്ട്, PWD റെസ്റ്റ് ഹൗസുകൾ ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ച് വളരെ സജീവമാണ്. എല്ലാ PWD റെസ്റ്റ് ഹൗസുകളിലും നമ്മൾ ഈ സൗകര്യം ഒരുക്കുകയാണ്. ഇങ്ങനെ പോകുന്ന യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അവിടെ വാഷ്റൂം ഉപയോഗിക്കാനുള്ള സൗകര്യം PWD റെസ്റ്റ് ഹൗസുകളിലും ടൂറിസം ഗസ്റ്റ് ഹൗസുകളിലും KTDC ഹോട്ടലുകളിലും ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഭാവിയിൽ അത്തരത്തിലൊരു ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കും, എങ്ങനെ അത് പറ്റും. പക്ഷേ അതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ ഒരു പദ്ധതിയുണ്ട്, നമ്മൾ ഇതിൻ്റെ ടേക്ക് എ ബ്രേക്ക്, അതുപോലുള്ള പദ്ധതികൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ കോവളം പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം, അവിടെ ഈ വാഷ്റൂം പ്രശ്നമുണ്ട്. നിങ്ങൾ പറഞ്ഞ മെയിൻ്റനൻസ് ഒരു പ്രധാന പ്രശ്നമാണ്. നമ്മൾ വാഷ്റൂം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല, അത് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പരിപാലനം പ്രശ്നമാണ്. കോവളത്ത് കിഫ്ബി പദ്ധതി ആയതുകൊണ്ട് തന്നെ അത് ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അതിൻ്റെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെ നോക്കി ആ വർക്ക് ഇങ്ങനെ വളരെ സ്ലോ ആണ്. പക്ഷെ മാക്സിമം ഞങ്ങൾ ഈ പറഞ്ഞ വിഷയത്തെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മറ്റൊന്നാണ് റോഡുകൾ. ഇപ്പം നമ്മുടെ റോഡ് ചീത്തയാവുന്ന സമയത്ത് തന്നെ പറയും ഭയങ്കര മഴയുള്ള നാടാണ്, നമ്മുടെ റോഡ് ഇങ്ങനെ നിൽക്കുള്ളൂ. പക്ഷേ ഈ ഭയങ്കര മഴയുള്ള നാടുകൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ റോഡുകളിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും ഈ കുഴികൾ നമ്മളെ പ്രശ്നക്കാരാക്കുന്നത്. അപ്പോൾ അത് ക്വാളിറ്റി, ആ വർക്കിൻ്റെ ക്വാളിറ്റിയാണ് ഒരു പ്രശ്നം. അതുപോലെ തന്നെ വലിയ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സമയം കളയുന്നത്. ഇപ്പോൾ ആലുവയിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആലുവയിൽ നിന്ന് ഞാൻ എടപ്പള്ളിക്ക് വരികയാണ്. കളമശ്ശേരി ഭാഗത്ത് 40 മിനിറ്റ് എനിക്ക് 1 കിലോമീറ്റർ തരണം ചെയ്യാനായിട്ട് എടുത്തു. ഞാൻ വിചാരിച്ച അവിടെ ആക്സിഡൻ്റ് ആണ്. പക്ഷേ പോയി വന്നപ്പോൾ അവിടെ ആ HMTയിലോട്ട് തിരിയുന്ന ഒരു സ്ഥലത്ത് ഒരു 3-4 കുഞ്ഞു കുഴിയുണ്ട്. ഈ കുഴികളിലൂടെ എല്ലാ വണ്ടികളും പതുക്കെ ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ വഴികളാണെങ്കിൽ പോലും വലിയ ബാക്കി റോഡൊക്കെ നല്ലതാണ്, ഈ കുഞ്ഞു കുഴികൾ കൊണ്ടാണ് പലപ്പോഴും ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു ട്രാഫിക്കിലേക്ക് നമ്മൾ പോകുന്നത്. ഇതിനു മുന്നേ പത്രത്തിൽ അത് ചെയ്യുന്ന കോൺട്രാക്ടർ തന്നെ ഇത്ര മാസത്തിനുള്ളിൽ അത് ഫൈൻ വരും, അത് അടയ്ക്കണം, മെയിൻ്റനൻസ് കൃത്യമായി പോകണം എന്നെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് ആ കുഴികൾ വന്നാൽ അത് കാലാകാലങ്ങളോളം കുഴികളായി തന്നെ കിടക്കുന്നതും? അതെന്താ അതിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു പുതിയ സംവിധാനം വന്നു, റണ്ണിങ് കോൺട്രാക്റ്റാണ്. റണ്ണിങ് കോൺട്രാക്റ്റ് വന്നപ്പോൾ അത്ഭുതകരമായ മാറ്റം കേരളത്തിലെ റോഡുകളിൽ. കേരളത്തിൽ 2.5 ലക്ഷം കിലോമീറ്റർ റോഡുണ്ട്, 2.5 ലക്ഷം. അതിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ 30,000 കിലോമീറ്റർ മാത്രമാണ്. 30,000 കിലോമീറ്റർ. നഗരത്തിലെ ചില റോഡുകൾ പോലും PWD റോഡുകളല്ല, പ്രധാന റോഡുകൾ. PWD റോഡുകളിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മെയിൻ്റനൻസ് ആയിരുന്നു. ഇപ്പോൾ ഒരു പുതിയ റോഡ് വന്നു, ആ പുതിയ റോഡ് വന്ന് ഒരു നിശ്ചിത കാലാവധി അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കരാറുകാരാണ്.
ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് എന്ന് പറയും. PWD മാനുവൽ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, റോഡ് പണിയെടുക്കുമ്പോൾ ഒരു ഡിപ്പോസിറ്റ് ചെയ്യണം, ഒരു ഫണ്ട് കരാറുകാരൻ. അത് തിരിച്ചു അപ്പോൾ കൊടുക്കില്ല, പണി കഴിഞ്ഞാലും കൊടുക്കില്ല. ഈ പരിപാലന കാലാവധി കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കും. പരിപാലന കാലാവധി പറഞ്ഞൊരു പുതിയ റോഡിന് 3 കൊല്ലം, BMBC റോഡാണ് 3 കൊല്ലം. ഇപ്പോൾ ഇന്നൊരു റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 2028 വരെ ആ റോഡിന് എവിടെ കുഴി വന്നാലും കരാറുകാരനെ അപ്പം പോയി അടക്കണം. നിയമമില്ലാഞ്ഞിട്ടല്ല, നിയമമുണ്ട്, പക്ഷെ അത് ജനം അറിയില്ല, നമ്മളാരും അറിയുന്നില്ല. അപ്പോൾ അതിന് ഈ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് ജനങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചു. അതാണ് ഈ പച്ച ബോർഡ്, നിങ്ങൾ യാത്രയെ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് എഴുതി വെച്ച പച്ച ബോർഡുണ്ട്. അവിടെ ഞങ്ങൾ മന്ത്രിമാരെ ഫോട്ടോ ഒന്നും ബോർഡിൽ വെച്ചിട്ടില്ല, ഇത് മാത്രം എഴുതിയത്. ആ എഴുത്തിൽ കരാറുകാരൻ ഇന്നയാളാണ്, ഇത്ര കാലാവധി റോഡിനുണ്ട്, ഇതിൻ്റെ പരിപാലന കാലാവധി ഇത്രയാണ്, എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കണം. നമ്പർ കൊടുത്തു, കരാറുകാരൻ്റെ പേരും ഫോൺ നമ്പറും ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറും. കേരളത്തിൽ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന പ്രശ്നം, ഈ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് കഴിഞ്ഞ, ഇപ്പോൾ ഇന്നൊരു റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് 2028 കഴിഞ്ഞാൽ ആ റോഡിൻ്റെ സ്ഥിതി അപകടമാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ചെറിയ കുഴിയൊക്കെ വന്നാൽ അതിന് എസ്റ്റിമേറ്റ് എടുത്ത് അത് തിരുവനന്തപുരത്ത് അയച്ച് തിരിച്ചു വരുമ്പോഴത്തേനും ബുദ്ധിമുട്ടാണ്. അതിനാണ് ഒരു പുതിയ കോൺട്രാക്ട് സംവിധാനം വന്നത്, റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം. ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് കഴിഞ്ഞ ഉടനെ 1 കൊല്ലത്തേക്ക് ഈ റോഡിൻ്റെ പരിപാലനം ആര് ചെയ്യണമെന്ന് നേരത്തെ തന്നെ ടെൻഡർ വിളിക്കുന്നു. ആ ടെൻഡർ കിട്ടുന്നയാൾ 1 കൊല്ലത്തേക്ക് ആ റോഡിൻ്റെ മെയിൻ്റെനൻസ് നടത്തണം. ആ റോഡുകൾ നീല ബോർഡുകൾ, നേരത്തെ പച്ചയാണ്, നീല ബോർഡുകൾ വെച്ച് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് എഴുതി കരാറുകാരൻ്റെ പേരും ഫോൺ നമ്പറും ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ ടോൾ ഫ്രീ നമ്പർ എഴുതി വെക്കും. ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത മാസം മുതൽ ഒരു കോൺടെസ്റ്റ് തന്നെ നടത്തുകയാണ്. ഈ റണ്ണിങ് കോൺട്രാക്ട് DLP റോഡുകൾ കേരളത്തിൽ ഇപ്പോൾ 10-21,000 കിലോമീറ്റർ ഉണ്ട്. അതായത് 10-30,000 കിലോമീറ്റർ വരുന്ന PWD റോഡുകളിലെ ഒരു പ്രധാന ശതമാനം, ഒരു 70-75% ഈ റോഡുകളാണ്. ഇതിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് പരാതി ഉണ്ടെങ്കിൽ അറിയിക്കുക, അതിന് ഒരു പ്രഖ്യാപനം നടത്താം. അപ്പോൾ അത് വ്യക്തമാണ്, ഇത്രയും റോഡുകൾ നമുക്ക് പരിപാലിക്കാൻ ഈ സംവിധാനം ഗുണം ചെയ്തു. അപ്പോൾ അത് ഒരു മാറ്റമാണ്. ഇപ്പോൾ പല സ്റ്റേറ്റും ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മാറ്റമാണ്. പിന്നെ പ്രശ്നം എന്താ, ഈ വാട്ടർ അതോറിറ്റി കീറിയിടും, കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിന് കീറിയിടും. അത് പിന്നെ പഴയ സ്ഥിതിയിലെത്തില്ല. ഇപ്പോൾ ഒരു BMNBC റോഡ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുന്ന റോഡാണ്. അത് കീറിയാൽ അതിൻ്റെ റീസ്റ്റോറേഷൻ വീണ്ടും നമ്മൾ അതേ നിലവാരത്തിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ആ റോഡ് ഇങ്ങനെ ആകെ കുഴപ്പമാവും. ഇത് നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കുടിവെള്ളം നമുക്ക് ഇരിക്കാതിരിക്കാൻ പറ്റും. ഇനി കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ വാട്ടർ അതോറിറ്റി ചോദിക്കുമ്പോൾ വേറെ വകുപ്പാണ്, തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. പിന്നെ ആകാശത്തൂടെ പൈപ്പ് ലൈൻ എടുക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നം, പഴയ റോഡുകൾക്ക് കീറി തന്നെ പൈപ്പ് ലൈൻ ഇടാൻ പറ്റൂ, ഇലക്ട്രിക് കേബിൾ ഇടാൻ പറ്റും. പുതിയ റോഡിന് ഡിസൈൻ റോഡുകളാക്കി മാറ്റി, സ്മാർട്ട് റോഡുകളാക്കി മാറ്റി നമ്മൾ ഡക്റ്റുകളിലൂടെയൊക്കെയാണ് സംവിധാനം കൊണ്ടുവരുന്നത്. പഴയ റോഡിന് ഇങ്ങനെയാണ് പ്രശ്നം. ഇപ്പോൾ തിങ്കളാഴ്ച റോഡ് പണി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച അത് കീറുക. എനിക്കത് മനസ്സിലാവാം. അപ്പോൾ അത് നമ്മളൊരു കലണ്ടർ വെച്ചു, ഒരു ആപ്പ് തുടങ്ങി, അങ്ങനെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അത് പോരാ, അത് ഇനിയും വരുത്തണം. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ചിലയിടത്തുണ്ട് എന്നല്ലാതെ അപ്പോൾ പരിഹരിക്കാനുള്ള ഇടപെടൽ വളരെ ഫലപ്രദമാണ്. ഇനി ആര് ഇതിൻ്റെ മന്ത്രിയായാലും പച്ച ബോർഡും നീല ബോർഡും കൈവച്ചാൽ ജനം ഇടപെടും. ജനത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക.